തിരുവുത്സവ പ്രഭയിൽ വിശിഷ്ടമായ ചടങ്ങുകളോടെ ശബരിമല സന്നിധാനം. നാളെയാണ് അയ്യപ്പസ്വാമിക്ക് പള്ളിവേട്ട. രാത്രി ശ്രീഭൂതബലിക്ക് ശേഷം ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് നടക്കും. ഉത്സവബലി, പടിപൂജ, മുളപൂജ, ശ്രീഭൂതബലി, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവയാണ് 8ാം ദിവസമായ ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ. മിഥുൻ മുരളിയുടെ റിപ്പോർട്ട്. ഭഗവാന്റെ വിശിഷ്ടമായ ഉത്സവ ചടങ്ങുകൾ തൊഴുത നിർവൃതിയോടെയാണ് ഈ ദിവസങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ എല്ലാം മടക്കം വിളക്കെഴുന്നള്ളിപ്പും ഉത്സവബലി എല്ലാം ദർശിച്ച് ഭക്തജനങ്ങൾ ശരണമന്ത്രം മുഖരിതമായി സന്നിധാനത്ത് നിലയുറപ്പിക്കുമ്പോൾ അത് ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. നാളെയാണ് ഭഗവാന്റെ പള്ളിവേട്ട. ശരംകുത്തിയിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വനത്തിലാണ് പള്ളിവേട്ട നടക്കുന്നത്. തന്ത്രി ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും. നാളെ രാത്രി ശ്രീഭൂതബലിക്കും വിളക്കിനെഴുന്നള്ളിപ്പിനും ശേഷം പള്ളിവേട്ട എഴുന്നള്ളത്ത് ശരംകുത്തിയിലേക്ക് പുറപ്പെടും. അമ്പും വില്ലുമായിട്ട് വേട്ട കുറുപ്പുമാരും ഒപ്പം വാളും പരിചയവുമായി കുറുപ്പന്മാരും എല്ലാം അകമ്പടിയായി ഭഗവാന് ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ഭഗവാന് ഒപ്പം ഉണ്ടാകും. പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഭഗവാൻ അശുദ്ധിയാണെന്നുള്ള സങ്കല്പത്തിൽ നാളെ ശ്രീകോവിലിന് പുറത്താണ് ഭഗവാൻ പള്ളി ഉറങ്ങുന്നത്. അങ്ങോട്ടേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് നടക്കുമ്പോൾ വാദ്യമേളങ്ങൾ ഉണ്ടാവുകയില്ല. തിരികെ എത്തുമ്പോൾ പള്ളിവേട്ട കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ വാദ്യമേളങ്ങളോടുകൂടിയായിരിക്കും എഴുന്നള്ളത്ത് തിരിച്ച് എത്തുക. 11ാം തീയതി ആറാട്ട് നടക്കും. 11ാം തീയതി രാവിലെ 9 മണിക്ക് പൂജകൾ പൂർത്തിയാക്കി ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പുറപ്പെടും. രാവിലെ 11 മണിക്കാണ് പമ്പയിൽ ആറാട്ട് നടക്കുന്നത്. വൈകിട്ട് 4 മണി വരെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തും. വൈകിട്ടോടുകൂടി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുമ്പോൾ 10 ദിവസത്തെ പൈങ്കിനി ഉത്രം ഉത്സവത്തിന് കൊടിയിറങ്ങും. ഇന്നും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല. ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേതിന് എന്നതുപോലെ തന്നെ സമാനമായി തന്നെ ഇന്നും എത്തുന്ന ഭക്തജനങ്ങളും സുഗമമായ ദർശനം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് മലയിറങ്ങുന്നത്. 18ാം പടി തൊട്ടുവണങ്ങി കയറി എത്തുന്നതിനുള്ള സാഹചര്യം ഇന്നും ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്നുണ്ട്. ഇനി ആറാട്ടിനോടും ഒപ്പം വിഷുവിനോടും അടുക്കുന്ന ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ കൂടുതൽ ഭക്തജനങ്ങൾ എത്തും എന്നുള്ള വിലയിരുത്തലിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഏപ്രിൽ 14-ന് വിഷു ദിനത്തിൽ പുലർച്ചെ 4 മണി മുതൽ വിഷുക്കണി ദർശനം തുടങ്ങും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾ കൂടുതലായി ഈ ദിവസം വിഷുവിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലും സന്നിധാനത്തേക്ക് ദർശനത്തിനെത്തും എന്നുള്ള വിലയിരുത്തലാണുള്ളത്. സാധാരണ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് വിഷുക്കാലത്താണ്. ഈ വിഷുവിനും സമാനമായി തന്നെ കൂടുതൽ ഭക്തജനങ്ങൾ ഉണ്ടാകും എന്നുള്ള വിലയിരുത്തൽ ഉണ്ട്. എന്തായാലും ഈ ദിവസങ്ങളിൽ ഇന്ന് വരെയുള്ള ഉത്സവ നാളുകളിൽ എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സുഗമമായ ദർശനം സാധ്യമാകുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.